നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ചയാണ്. ഈ ജൂൺ മാസത്തിൽ നിരവധി ഗ്രഹങ്ങൾ രാശിമാറ്റത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്നാലും ഈ ജൂൺ മാസത്തിൽ പൊതുവെ ശുഭകരമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഏകദേശം ഒരു 18 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ജൂൺ മാസം വളരെയധികം ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. രാജയോഗ ഗുണാനുഭവങ്ങൾ സ്ഥിരമായി ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടി തുടങ്ങുകയാണ് 18 നക്ഷത്രക്കാർക്ക്. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ വളരെയധികം മാറ്റത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ജൂൺ മാസത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന നക്ഷത്രങ്ങൾ കൂടിയാണ് ഇനി പറയാൻ പോകുന്ന 18 നക്ഷത്രക്കാർ. സമ്പത്ത് കൊണ്ട്, ആരോഗ്യപരമായ ഗുണാനുഭവങ്ങൾ കൊണ്ട്, നേട്ടങ്ങൾ കൊണ്ട് എല്ലാ രീതിയിലും ജീവിതത്തിൽ മികച്ചതായ ഒരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ ഈ 18 നക്ഷത്രക്കാർക്കും സാധിക്കുന്നതാണ്. ജൂൺ മാസം അത്രത്തോളം ഭാഗ്യദായകമായ അനുഭവങ്ങളാണ് ഈ 18 നക്ഷത്രക്കാർക്കും നൽകുന്നത്. അപ്പോൾ 18 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യവുമായിട്ടാണ് ഈ ജൂൺ മാസം കടന്നു വന്നത്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കൂടാതെ ആരോഗ്യപരമായി നേരിട്ടിരുന്ന പലവിധ വെല്ലുവിളികളും ദിനംപ്രതി ആശുപത്രിവാസം എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഈ ജൂൺ മാസം മുതൽ മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഈ 18 നക്ഷത്രക്കാർക്കും ഈ ജൂൺ 1 മുതൽ തന്നെ പലവിധ മാറ്റങ്ങളും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിജയം ഉണ്ടാകുന്നതാണ്. പുതിയതായി എന്ത് കോഴ്സ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം തന്നെ അവരുടെ മനസ്സിലേക്ക് ഭഗവാൻ തെളിയിച്ചു കൊടുക്കും എന്താണ് വേണ്ടുന്നതെന്ന്. കാരണം അത്രത്തോളം ദൈവാധീനപരമായി വളരെയധികം മാറ്റങ്ങൾ ഈ 18 നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന സമയം കൂടിയാണ് ജൂൺ മാസം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായി മാറുന്ന ഒരു മാസം തന്നെയാണ് ഈ ജൂൺ മാസം. അത്രത്തോളം ഭാഗ്യദായകമായ സമയത്തിലാണ് ഈ ജൂൺ മാസത്തിൽ 18 നക്ഷത്രക്കാർ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഈ ഒരു ജൂൺ മാസം നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണ്. അനുകൂലമായ സമയം തന്നെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണഞ്ഞിരിക്കുന്നത്. ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും ചിറക് വിരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് മേൽ പച്ചപ്പ് വന്ന് പടരാൻ പോവുകയാണ്. അത്രത്തോളം നല്ല സമയം തന്നെയാണ്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ എത്തുന്നതായിരിക്കും. ഈ ജൂണിൽ തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം തെളിയുമെന്നതാണ് എന്നെ ഉറപ്പിക്കാം. അത്രയ്ക്ക് നല്ല സമയം തന്നെയാണ്. അനുകൂല സമയമായതിനാൽ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും, അത് ഒരു ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാണെങ്കിലും, നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അത്രത്തോളം ഭാഗ്യം അനുകൂലത്തിലാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സമയം, അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ ജൂൺ മാസം. അനുകൂലമായ പല മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അത് ഭാവിയിലേക്കും മേന്മയും നേട്ടവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. അതേപോലെ കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങൾ, പ്രായമായ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെയും അലട്ടുന്നുണ്ടെങ്കിൽ ആ അലട്ടലുകൾ അല്ലെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി അവരുടെ ആരോഗ്യവും മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ജൂൺ മാസം. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും ശുഭകരമായ ഒരു സമയം തന്നെയാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. സ്ഥാനക്കയറ്റത്തിന്, അതായത് പ്രൊമോഷനുള്ള സാധ്യത കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രൊമോഷൻ വരുമ്പോൾ തീർച്ചയായും ശമ്പള വർധനവുണ്ടാകും. അതേപോലെ ജോലി ഇല്ലാതെ വലയുന്ന ആളുകളുണ്ടാകുമല്ലോ, ജോലിയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി
ആരെങ്കിലും മുഖേനയാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിലും ആ നിങ്ങളുടെ തെറ്റുകൾ അല്ല എന്ന് മനസ്സിലാക്കി തിരികെ വിളിക്കാനുള്ളൊരു സാധ്യതയും ഈ സമയത്തുണ്ടാകുന്നതാണ്. പഴയ വാഹനമൊക്കെ മാറ്റിവാങ്ങാനും പുതിയ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും ഒക്കെയുള്ള സമയം ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുന്നു. പല വഴിയിലൂടെയും വരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ വലിയ ഒരു മാറ്റം. പോക്കറ്റിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു കാര്യം എടുത്താലും നിങ്ങൾക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ആസ്തിയും ഭാഗ്യവും വളരെ അനുകൂലമായി തന്നെയാണ് വന്നു നിൽക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഭാഗ്യസമയം തന്നെയാണ് ഈ ജൂൺ മാസം. എന്തു കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഡബിൾ ഇരട്ടി, അതായത് നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്ന് കവിഞ്ഞ ഒരു നേട്ടം നമ്മൾക്കുണ്ടാകും. അത്ര നേട്ടങ്ങളും ഭാഗ്യവും ഉള്ള ഒരു സമയം തന്നെയാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ ഒന്ന് പരീക്ഷിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പരീക്ഷണം വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏർപ്പെടുന്ന ഏത് കാര്യവും അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ വിജയകരമായ കാര്യം നിങ്ങൾക്ക് നൽകുന്നതാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ മത്സര പരീക്ഷകളിലൊക്കെ അപ്രതീക്ഷിതമായ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നേട്ടം നിങ്ങൾക്ക്, വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിത പലവിധ കാര്യങ്ങളും, അതായത് ചില ബന്ധുക്കളുമായിട്ടൊക്കെ അകൽച്ചയുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും ഇനി നിങ്ങളെ കാണില്ല എന്നൊക്കെ ആ സമയങ്ങളിൽ പറഞ്ഞു മാറി നിന്നിട്ടുണ്ടാവും. എങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായി നല്ലൊരു സമയമായതിനാൽ തന്നെ ആർക്കും ഇനി നിങ്ങളോട് പിണങ്ങിയിരിക്കാനോ ദേഷ്യപ്പെട്ടിരിക്കാനോ സാധിക്കില്ല. ദൈവാധീനം ധാരാളമായതിനാൽ തന്നെ ശത്രുക്കളൊക്കെയും മിത്രമായി വരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്രതീക്ഷിത ധനനേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ ഓർത്തുള്ള വിഷമങ്ങളൊക്കെ മാറി, ആകുലതകളൊക്കെ മാറി, ശുഭകരമായ വാർത്തകൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായ വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ളൊരു ഭാഗ്യവും ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ് ഈ ജൂൺ മാസം. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ആവിഷ്കരിക്കാനും പുതിയ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും. ജൂൺ മാസമാണ് ഒരു അധ്യയന വർഷത്തിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിൻ്റെ ഒരു സമയം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ജീവിതത്തിൽ പുതിയൊരു തുടക്കമാവുകയാണ്. സാമ്പത്തിക നില ഭദ്രമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനൊക്കെ ദൈവിക ഒരു കൃപ നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് വിജയമായി മാറുന്നതാണ്. മുൻകാലത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് വരുമാനം ഇനി ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ പോലും അപ്രതീക്ഷിത ധന നേട്ടമൊക്കെ മുൻകാല പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണയുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് വളരെ വലിയ തോതിൽ മനസ്സിലാക്കാൻ കൂടി ഈ ജൂൺ മാസത്തിൽ സാധിക്കുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഏറെ നാളത്തെ സ്വപ്നങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന ഒരു മാസമാണിത്. സ്വന്തമായി ഒരു വീട്, സ്വന്തമായി ഒരു വാഹനം, അങ്ങനെ സ്വന്തമായി പല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാകുന്ന സമയമാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയും ശോഭനമായൊരു ഭാവിക്കുള്ള തുടക്കം കൂടിയാകുന്നുണ്ട്. ഏറെ നാളുകളായി വിവാഹിതരാകാൻ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പക്ഷേ പരാജയപ്പെട്ടു പോകുന്നു, തടസ്സങ്ങൾ, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വിവാഹ സമയം യാണ്. യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ പ്രണയം എന്തെങ്കിലും ഉള്ളവർക്ക് പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയും ഈ സമയം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയായാലും ദാമ്പത്യപരമായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷങ്ങൾ വന്നു ചേരുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ജൂൺ മാസം. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം. വസ്തു സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ, കേസ്, വഴക്ക്, തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയാതെ നിങ്ങൾ വലയുകയാണെങ്കിൽ പോലും ആ കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായ തീരുമാനം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെയധികം ലാഭമുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകും. അതേപോലെ ബന്ധു സമാഗമത്തിനൊക്കെയുള്ള സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് ലഭിക്കും. അതായത് ശുഭകരമായ വാർത്തകൾ, മനസ്സിന് സന്തോഷം തരുന്ന, കാതിനിമ്പം തരുന്ന പല ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യവും ഈ സമയത്തുണ്ട്. അത് വിദേശത്ത് നിന്നുള്ള ചില വാർത്തകളൊക്കെ ശുഭകരമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ
വിദേശത്തേക്ക് ജോലിക്ക് പോകാനിരിക്കുന്നവരുണ്ടാകും, അത് ജോലിയുടെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ കിട്ടാനായി കാത്തിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയായാലും ഈ ഒരു സമയം വിദേശത്ത് നിന്ന് പല ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഇനി സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഓഫറുകൾ ഒക്കെ വരുന്ന സമയം കൂടിയാണിത്. ഒരുപാട് നാളത്തെ നിങ്ങളുടെ പല വിധേനയായിട്ടുള്ള കഷ്ടപ്പാടുകൾക്കും പരിശ്രമങ്ങൾക്കും വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായി ഈ 18 നക്ഷത്രക്കാർക്കും സാധിക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ജൂൺ മാസം വളരെയധികം മാറ്റം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് ഓരോ ജൂൺ മാസവും അത് അത്രത്തോളം വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. കാരണം നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് എത്തുകയാണ്. കൂടാതെ +2 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത എന്താണ് പഠിക്കണമെന്ന നിങ്ങളുടെ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും ഈ ഒരു സമയം സാധിക്കും. കാരണം വലിയ വലിയ കോഴ്സുകളൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ സാമ്പത്തികമായിട്ടും ധനസഹായങ്ങളൊക്കെ എത്തേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ലോൺ പോലെയുള്ള കാര്യങ്ങളും ഈ 18 നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിലുണ്ടെങ്കിലും ഈ ജൂൺ മാസത്തിൽ അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഗുണാനുഭവം കൂടി ഈ ഒരു സമയം ഉണ്ട്. ദൈവാധീനം ധാരാളമായുള്ള സമയമാണ്. എങ്കിലും വീണ്ടും പ്രാർത്ഥനയും വഴിപാടും നേർച്ചകളും കാഴ്ചകളുമായി ഭഗവാനെ പ്രീതനാക്കുക, ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങുക. നന്ദി.